അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും അഗ്നിശോധന സമമായ ഒരു പരീക്ഷയാണ് 22-ാം അധ്യായത്തിൽ നടന്നത്. 100 വയസ്സ് വരെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. 100-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് ലഭിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറയുക, നിന്റെ ഏകജാതനായ പുത്രനെ, നിനക്ക് കിട്ടിയ ഒറ്റ ഓമനെ നീ എനിക്ക് എന്ത് ചെയ്യണം? നീ യാഗം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമാ, നമുക്ക് നന്മകളെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമാ, എന്നാൽ പരീക്ഷയെ കുറിച്ച് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. കഠിന ശോധനകളുടെ നടുവിലും കടന്നു പോകുമ്പോൾ ഒരു ദൈവ പൈതൽ ഉറപ്പിച്ച് പറഞ്ഞോളണം, പ്രൈസ് ദി ലോർഡ്, ഇതെന്നെ പണിയാനുള്ളതാ, ഇതെന്റെ അനുഗ്രഹത്തിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനെ നീ എനിക്ക് യാഗമായി കഴിക്കണം. ഈ പുസ്തകത്തിൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാർ പരിശോധനകളിലൂടെ കടന്നുപോയത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് അത് മിഥ്യാനായിരുന്നെങ്കിൽ യോസഫിന് അത് കാരാഗൃഹമായിരുന്നു. ദാനിയേലിന് അത് സിംഹക്കുഴിയായിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഏലിയാവിന് അത് സാരഫാത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് അത് തകർന്നുപോയ കപ്പലായിരുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലനായ യോഹന്നാന് അത് പത്മോസ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എബ്രായ ലേഖനം 11-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ 16-ലധികം ഭക്തന്മാരെ കാണുന്നുണ്ട്. പേര് പറയപ്പെട്ട 16-ലധികം ഭക്തന്മാരും പേര് പറയാത്ത നിരവധി ഭക്തന്മാരെയും എബ്രായ ലേഖനം 11-ാം അധ്യായം പരിചയപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്ര ശോധനകളിലൂടെ കടന്നുപോയാലും, നിങ്ങൾ പ്രൈസ് ദി ലോർഡ് കടന്നു പോകുന്ന സിംഹത്തിന്റെ കുഴിയിൽ നിങ്ങളെ ഇട്ട് കളഞ്ഞാലും, നിങ്ങൾ സാരഭാത്തിൽ പ്രൈസ് ദി ലോർഡ് ക്ഷാമം നേരിട്ടാലും, നിങ്ങളെ കുണ്ടറയ്ക്കകത്ത് അടച്ചിട്ടിട്ട് ഇനി ഒരു എഴുന്നേൽപ്പില്ല എന്ന് പലരും നിങ്ങളെ കുറിച്ച് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ഓടി 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 പ്രൈസ് ദി ലോർഡ് സ്വന്തം നാടും ദേശവും വിട്ട് നിങ്ങൾ പോയതുപോലെ മിഥ്യാനിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാലും, തമ്പുരാന്റെ വചനം പറയുക, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ അവന്റെ വചനത്തിനോ മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദയ ആകാശത്തോളം, അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലിയതല്ലോ. ആ ദൈവത്തിന്, ആ വിശ്വസ്തനായ ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുത്ത് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. അവൻ വിശ്വസ്തനായ ദൈവമാ. ആരെല്ലാം വാക്കുമാറിയാലും, ആരെല്ലാം മാറിപ്പോയാലും, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്തൊരു കർത്താവിനെയാ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശോധന വരുന്നതല്ല പ്രശ്നം. ഞാൻ 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു കണ്ണിന് ശരിക്കും കാഴ്ചയില്ലാത്ത പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട്, പക്ഷേ ഞങ്ങളുടെ സ്കൂളിലൊക്കെ അഡ്മിഷൻ കൊടുക്കും. അവന് പഠിക്കാനായിട്ട് അവൻ അഡ്മിഷൻ കൊടുത്തു. അവൻ ഈ പരീക്ഷ എഴുതാൻ സമയമായപ്പോൾ നിങ്ങൾക്കറിയാം 10th ബോർഡ് എക്സാമൊക്കെ വരുമ്പോൾ ആകെ പേടിയാണ്. അല്ലെങ്കിൽ പേടിച്ചാണ് പോകുന്നതൊക്കെ തന്നെ. ഇനി 10th ബോർഡ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ബോർഡെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇനി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആകെ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ബാക്കിയെല്ലാം ഇഷ്ടമാണ്, പരീക്ഷ എന്ന കാര്യം മാത്രം പറഞ്ഞേക്കരുത്. അപ്പോൾ പരീക്ഷ സമയമായപ്പോൾ ആകെ വെപ്രാളം പിടിച്ച്, ആവേശം പിടിച്ച്, പരിഭ്രമം പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവന് പാർഷ്യലി ബ്ലൈൻഡ് ആയതുകൊണ്ട് ബോർഡ് ഒരു പ്രൊവിഷൻ കൊടുത്തു. എന്ന് പറഞ്ഞാൽ നിനക്ക് ശരിക്കും കണ്ട് എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവനൊരു സെപ്പറേറ്റ് റൂം കൊടുത്തിട്ട് ഇവന് എഴുതാൻ വേണ്ടിയിട്ട് ഒരാളെ കൂടെ കൊടുക്കും. ഇവന് കാണത്തില്ല, അതുകൊണ്ട് എഴുതാനായിട്ട് ഒരാളെ കൊടുക്കാം. അറിയായിരിക്കും, നമ്മളൊക്കെ പരീക്ഷ സമയത്ത് അങ്ങനെ ഒരാളെ കൊടുക്കുമായിരുന്നു, അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പം ഇവന് എഴുതാൻ കൊടുത്തത് ഞങ്ങൾക്ക് മുന്നിൽ പഠിച്ച, സീനിയറായിട്ട് പഠിച്ച ഒരു സഹോദരനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നല്ല മാർക്കോടെ ഡിസ്റ്റിങ്ഷനിൽ പാസ്സായ ഒരു സഹോദരനെയാണ് ഇവന് എക്സാം എഴുതാനായിട്ട് കൊടുത്തത്. അവന് ചോദിക്കാം, ഇന്നയാൾ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അപ്രൂവൽ ഉണ്ട്. അങ്ങനെ ഇവനെക്കാളും ഞങ്ങൾ മുമ്പ് പഠിച്ച, സീനിയറായിട്ട് പഠിച്ച, ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ ഒരാളെയാണ് ഇവൻ എക്സാം എഴുതാനായിട്ട് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഇവനപ്പോൾ എക്സാം സമയമൊക്കെ ആയി, എല്ലാവരും പരക്കം പാഞ്ഞ് കിടന്ന് ഓടുവാണ്. ബുക്ക് എടുക്കുന്നു, പഠിക്കുന്നു, ഓടുന്നു, മറിയുന്നു, ഭയങ്കര ബഹളമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനിടയിൽ ഇവൻ ഒരു കുലുക്കോ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. ഇവനടുത്ത് നിനക്ക് പേടിയൊന്നുമില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. കാര്യം എന്തുവാ? അതിന് ഞാനല്ലല്ലോ എഴുതുന്നത്, പരീക്ഷ ഹാളിൽ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇരിക്കുന്നത്. എനിക്ക് എഴുതാനായിട്ട് എന്നെക്കാളും കഴിവുള്ള ഒരുത്തൻ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പരീക്ഷാ ഹാളിനകത്ത്, നിങ്ങളുടെ പരീക്ഷാ ഘട്ടത്തിനകത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. സകല പരീക്ഷകളെയും ജയിച്ച, ഈ പരീക്ഷകളെല്ലാം അതിജീവിച്ച ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അവൻ വിശ്വസ്തനാ, അവൻ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. ഈ പരീക്ഷകളിലൂടെ കടന്നുപോയ ഭക്തന്മാർ വിളിച്ചു പറയുക, ഈ പരീക്ഷ നിങ്ങൾ പേടിക്കണ്ട. ഇന്ന് നിങ്ങൾക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്ക് പ്രതികൂലമുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്ക് ശോധനയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, അയ്യോ ആരോടും പറയാൻ പറ്റത്തില്ല. അഗ്നിശോധന സമമായ കണ്ണുനീർ താഴ്വരയിലൂടെ ഞാനും എന്റെ കുടുംബവും കടന്നു പോകുക, എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. എന്നാൽ തമ്പുരാൻ പറയുക, ആകാശവും ഭൂമിയും മാറിപ്പോകും, അവന്റെ വചനമോ ഒരു നാളും മാറിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ വിശ്വസ്തത ആകാശത്തോളവും അവന്റെ ദയ മേഘങ്ങളോളവും വലിയതല്ലോ.
ദൈവത്തിൻ്റെ ദയ നമ്മളെ പൊതിഞ്ഞിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദയ നമ്മളെ പൊതിഞ്ഞിരിക്കുക. അബ്രഹാം പരീക്ഷിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയമുണ്ട്. എന്നാൽ അബ്രഹാം പരീക്ഷ ജയിച്ചതാ. 22-ാം അധ്യായം, എടുത്ത ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. അബ്രഹാമിലേക്ക് വരുന്നതിന് മുമ്പ് വേദപുസ്തകത്തിനകത്ത് പലരെ കുറിച്ചും പരീക്ഷകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പേരെടുത്ത് പറയത്തക്ക രീതിയിലുള്ള 3 പേര് പരീക്ഷകളിലൂടെ കടന്നുപോയ 3 പേരെ കുറിച്ച് പറയുന്നുണ്ട്. 1 അബ്രഹാം, 2 യേശു കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, 3 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇയ്യോബ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ പരീക്ഷയെ കുറിച്ച് നമുക്കറിയാം. ഇയ്യോബിന്റെ പരീക്ഷ സമയം വരുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് ദൈവം ചോദിക്കുന്നുണ്ട്, നീ ഭൂമിയിലൊക്കെ എവിടെ പോയിച്ച് പറഞ്ഞു? ഞാൻ ഭൂമി മുഴുവനും ഊടാടി സഞ്ചരിച്ച് വന്നിരിക്കുക. അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? പ്രൈസ് ദി ലോർഡ്. എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അപ്പൊ പിശാച് പറയുന്ന ഒരു മറുപടി ഉണ്ട്, അവന്റെ വീടിന് ചുറ്റും നീ വേലി കെട്ടി കാവൽ ചെയ്തിരിക്കുകയല്ലോ. അപ്പൊ തമ്പുരാൻ പറയുക, അവനെ പോലെ നേരുള്ളവനും അവനെ പോലെ നിഷ്കളങ്കനും പ്രൈസ് ദി ലോർഡ് ഒരുത്തനുമില്ല ഈ ഭൂമിയിൽ. അങ്ങനെയുള്ള ഒരാളില്ല. തമ്പുരാൻ ഒരു ഭക്തനെ കുറിച്ച് സാക്ഷ്യം പറയുക, തമ്പുരാൻ ഒരു മനുഷ്യനെ കുറിച്ച് സാക്ഷ്യം പറയുക, അവനെ പോലെ നിഷ്കളങ്കൻ, അവനെ പോലെ നേരുള്ളവൻ, അവനെ പോലെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവൻ ആരുമില്ലെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞിട്ട് പറയുക. പ്രൈസ് ദി ലോർഡ്. നീ അവന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അപ്പൊ പിശാച് പറയുക, എങ്ങനെയാ ദൃഷ്ടി വെക്കാൻ കഴിയുന്നേ? നീ അവനെ ചുറ്റും വേലി കെട്ടി കാവൽ ചെയ്തിരിക്കുകയില്ലയോ? അപ്പം ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്. പ്രൈസ് ദി ലോർഡ്. ആ വേലി നീ തൽക്കാലം ഒന്ന് പൊളിച്ചോ. ഇയ്യോബ് നിന്റെ മുമ്പിൽ ഇരിക്കുക, നീ ഒന്ന് തൊട്ട് നോക്കി. ഇനി ശ്രദ്ധിച്ചോ, പിശാച് ദൈവത്തോട് പറഞ്ഞു, നീ അവന്റെ ചുറ്റിനും വെച്ചിരിക്കുന്ന സംരക്ഷണ വലയം ഒന്ന് എടുത്തു മാറ്റി നോക്ക്. അവൻ പ്രാർത്ഥിക്കുമെന്നറിയാം. അവൻ പ്രാർത്ഥിക്കാൻ കാരണം എന്നറിയാമോ? നീ അവന് വേലി കെട്ടി വെച്ചിരിക്കുന്നുണ്ടാ. അവൻ ആ പള്ളി വരുന്ന കാര്യം എന്നറിയാമോ? നീ അവന് നന്മ മുഴുവൻ കൊടുത്തത് കൊണ്ടാ. അവന് പള്ളി വന്ന് ആരാധിക്കുന്ന കാര്യം എന്നറിയാമോ? പിള്ളേരൊക്കെ അമേരിക്കയിലും UK-യിലൊക്കെ അയച്ചത് കൊണ്ടാ. തമ്പുരാൻ പറഞ്ഞു, വേലി ഒന്ന് മാറ്റിക്കള, നീ ഒന്ന് തൊട്ട് നോക്ക്, നീ ഒന്ന് തൊട്ട് നോക്ക്. ഇയ്യോബിന്റെ വേലിയൊക്കെ പൊളിച്ചു, ശരീരം മുഴുവനും വ്രണം നിറഞ്ഞു, മക്കൾ മരണപ്പെട്ടു പോയി, സമ്പത്ത് നശിച്ചു പോയി, ഭാര്യ വീട് വിട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്ക് ഏകനായിരിക്കുമ്പോൾ ഇയ്യോബ് എന്ന് പറയുക, എന്റെ ദൈവത്തെ ഞാൻ തള്ളി പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിശാചിനോട് പറയുക, നീ അവനെ തൊട്ടു നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നീ പറഞ്ഞില്ലേ, ഈ ഭൗമിക നന്മ കണ്ടിട്ടാണ് അവൻ എന്നെ ആരാധിക്കുന്നത്. ഈ ഭൗമിക നന്മ കിട്ടിയത് കൊണ്ടാ അവൻ പള്ളി വരുന്നത്. ഈ ഭൗമിക നന്മകൾ കിട്ടുന്നത് കൊണ്ടാ അവൾ നിന്നെ ആരാധിക്കുന്നതെന്ന് നീ അവളെ കുറിച്ച് പറഞ്ഞില്ലേ? അതൊക്കെ നീ ഒന്ന് തൊട്ടു നോക്കിക്കോ, നീ ഒന്ന് എടുത്തു മാറ്റിക്കോ. എങ്കിലും അവർ നിന്നെ ആരാധിക്കും. കാരണം എനിക്കറിയാം അവർ എന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നേ. ദൈവം വിശ്വസ്തനാ. ദൈവം വിശ്വസ്തനാ. 22-ാം അധ്യായം ആരംഭിക്കുമ്പോഴാണ് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നിന്റെ മകനായ ഏകജാതനായ ഇസ്ഹാക്കിനെ നീ യാഗം കഴിക്കണം. ഇനി 21-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കണം, അതിന്റെ ശേഷം അങ്ങനെയാണ് ആരംഭിക്കുന്നത് അല്ലേ? 21-ാം അധ്യായം 1-ാം വാക്യം എന്തോ പറയുന്നേ? അതിന്റെ ശേഷം. വാട്ട് സേസ് ഇൻ ഇംഗ്ലീഷ്? Verse 1. And came to pass after this. അതിന്റെ ശേഷം, ഇത് കഴിഞ്ഞ ശേഷം. ഏത് കഴിഞ്ഞ ശേഷം? 21-ാം അധ്യായം കഴിഞ്ഞ ശേഷം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ശേഷം അതെന്തോ 21-ാം അധ്യായത്തിൽ 3 പ്രധാന സംഗതികൾ നടന്നു. എന്താണെന്നറിയാമോ? 21-ാം അധ്യായം നിങ്ങൾ വായിക്കണ്ട, എന്നെ ശ്രദ്ധിച്ചോ. 21-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ ജനനവും അവന്റെ പരിച്ഛേദനയും പറയുന്നുണ്ട്. 8-ാം വാക്യം മുതൽ പ്രൈസ് ദി ലോർഡ് 16-17 വാക്യങ്ങളിൽ നിങ്ങൾ കാണുന്നത് പ്രൈസ് ദി ലോർഡ് ഇസ്മായേലിനെയും ഹാഗറിനെയും ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ 21-ാം അധ്യായത്തിന്റെ ശേഷിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ കാണുന്നത് അബ്രഹാമും അബീമലേക്കുമായിട്ടുള്ള ഉടമ്പടിയ 3 പ്രധാന സംഗതികൾ നടന്നു കഴിഞ്ഞിട്ട് വചനം പറയുക. അതിന്റെ ശേഷം അബ്രഹാമിനോട് ദൈവം പറയുക, പ്രൈസ് ദി ലോർഡ്, നിന്റെ മകനെ കൊണ്ട് നീ എനിക്ക് യാഗം കഴിക്കണം. ഇതെന്തുവാ ഈ 3 സംഗതികൾക്ക് പ്രശ്നം? നമ്മളൊക്കെ വീടുകളിൽ കല്യാണം ഉണ്ടെങ്കിലേ, ഈ സാധാരണ നമ്മളൊക്കെ പറയുന്ന കാര്യം, കല്യാണം വീട് പണി ഒക്കെ നടക്കുന്ന സമയത്ത് പറയും, കല്യാണമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാ പാസ്റ്റേ, പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല. ഞാൻ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഇങ്ങനെ ഓടി നടന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു, ബന്ധു വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു.
വന്നു, അവരെയൊക്കെ പറഞ്ഞേക്കുന്ന തിരക്കിലായി പോയി. പക്ഷേ ഇതൊക്കെ ഒന്ന് ഒടുങ്ങിച്ചു വേണം എനിക്കൊന്ന് സമാധാനത്തോടൊന്ന് ഇരിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? സെറ്റിൽ ചെയ്യാൻ നടക്കുമായിരുന്നു. അബ്രഹാം തിരക്കിലാ. അബ്രഹാമിന് എന്താ തിരക്ക്? ആദ്യം 100 വയസ്സുള്ള മക്കളില്ലാതിരുന്നു, ഇപ്പൊ ഒരു കുഞ്ഞിനെ കിട്ടി. അവൻ അങ്ങോട്ട് ജനിച്ചു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ടുള്ള സർപ്രൈസിനോട്, അത് കഴിഞ്ഞുള്ള സന്തോഷം, അവനെ കുളിപ്പിക്കണം, അവനെ കളിപ്പിക്കണം, അവന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. തിരക്കിലായി പോയി. പ്രൈസിനോട് അപ്പനല്ലേ, വാർദ്ധക്യത്തിൽ കിട്ടിയ കുഞ്ഞല്ലേ, അപ്പൊ നല്ല തിരക്കില. രണ്ടാമത് യഹൂദന്മാരുടെ വലിയ ചടങ്ങാണ് പരിച്ഛേദന. അതിന്റെ ചടങ്ങൊക്കെ നടത്തി ബന്ധുമിത്രാദികളൊക്കെ വരുന്നു, അവർക്ക് ആഹാരം കൊടുക്കുന്നു, അവരെയൊക്കെ നന്നായിട്ട് തീറ്റിപ്പിക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഭയങ്കര തിരക്കില. പ്രൈസിനോട് അത് കഴിഞ്ഞു അബീമേലെക്കുമായിട്ടൊരു ഉടമ്പടി വരുന്നു. സാമ്പത്തിക നന്മകളൊക്കെ ഉണ്ടായി, വലിയ നന്മകളും നേട്ടങ്ങളൊക്കെ വന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോ, ഭയങ്കര സെറ്റിലൊക്കെ ആയി കഴിഞ്ഞപ്പോ, പണ്ടത്തെ പോലെ പ്രാർത്ഥിപ്പാൻ സമയം കിട്ടുന്നില്ല, പണ്ടത്തെ പോലെ ആരാധിക്കാൻ പറ്റുന്നില്ല, ആലയത്തിലോട്ട് പോയിട്ടൊന്ന് ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ചൊവ്വ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. തിരക്കാ. ദൈവമക്കളെ, നിങ്ങൾ തിരക്കിലാകുന്നത് അപകടമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ തിരക്കുകയാണെങ്കിൽ, if you are busy, even if you don't have time to pray, you are in a danger zone. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ നിങ്ങൾ തിരക്കിലാണെങ്കിൽ, you are in a danger zone. നിങ്ങളൊരു അപകട മേഖലയിൽ നിൽക്കുക. അബ്രഹാം തിരക്കായി കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞ ശേഷം ദൈവത്തിന് സമയം കൊടുപ്പാൻ അത്ര കണ്ടിരിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, ഒരുപാട് സമയം, മണിക്കൂറുകളോളം മുഴങ്കാലിൽ ഇരിക്കും, ദൈവത്തോട് സംസാരിക്കും. 2 പാട്ടല്ല, 4 പാട്ട് പാടും, ഒരു സങ്കീർത്തനമല്ല, 3-4 അധ്യായങ്ങൾ വായിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് കുടുംബത്തിനകത്ത് ചില വിഷയങ്ങൾ വന്നപ്പോ, ചില നന്മകൾ കിട്ടിക്കഴിഞ്ഞപ്പോ, ഇപ്പൊ പ്രാർത്ഥിക്കാൻ സമയമില്ല, ഇപ്പൊ കൂട്ടായ്മ കൂടാൻ പറ്റുന്നില്ല, ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, സന്ധ്യാ പ്രാർത്ഥനയില്ല, വചനം വായിപ്പില്ല, പാട്ടുപാടി ആരാധിക്കത്തില്ല. എങ്ങനെയും ഒരു 5 മിനിറ്റ് കൊണ്ട് സ്തോത്രം പറഞ്ഞൊന്ന് കിടന്നാ മതി. നീ വിഷയങ്ങൾ സെറ്റിൽ ചെയ്യുവാൻ തിരക്കാകുമ്പോ തമ്പുരാൻ തേടി വരും. പ്രൈസ് ദി ലോർഡ്. വിഷയങ്ങൾ സെറ്റിൽ ചെയ്യാൻ തിരക്കാകുമ്പോ God will visit you when you are busy with your own task. നിങ്ങളുടെ വിഷയങ്ങളുമായി നിങ്ങൾ തിരക്കിലാകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ മറന്നു പോകരുത്. നോക്കി, ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ. 22-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന്, ഞാൻ അവിടെ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം എന്ന് അരുളി ചെയ്തു. അബ്രഹാമേ, നിനക്ക് വാർദ്ധക്യത്തിൽ 100 വയസ്സായപ്പോൾ കിട്ടിയ മോനല്ലേ, ഇതിനെ കൊണ്ട് നീ യാഗം കഴിക്കാൻ നീ എങ്ങനെ പോയേ? 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പ് കെട്ടി, ബാല്യക്കാൽ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. അപ്പം അബ്രഹാം യാഗം കഴിക്കാനായിട്ട് തന്നെയാണ് പോകുന്നത്. സകലവും റെഡിയാണ്. വിറക് കീറി എടുത്ത് റെഡിയായി പോകുക എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കാൻ തന്നെയാണ്. അപ്പം ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതൻ, ദൈവം തന്നെ അത് പറയുന്നുണ്ട്, നിന്റെ ഒറ്റ മോന ഏകജാതന. അപ്പം ഇസ്മായേൽ കൂട്ടത്തിനില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, ഏകജാതനായ നിന്റെ മകനെ നീ യാഗം കഴിക്കാൻ പറയുമ്പോ ഒരു മടിയും കൂടാതെ അബ്രഹാം എങ്ങനെ ഇറങ്ങിയേ? കൊടുക്കൂ. ഒറ്റ മോന, വേറൊന്ന് അനന്തരാവകാശി എന്ന് പറയാനില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരാളില്ല. തമ്പുരാൻ പറഞ്ഞ, അബ്രഹാമേ, നിനക്കൊരൊറ്റ മോനല്ലേ ഉള്ളൂ. അതേ കർത്താവേ. എത്രാമത്തെ വയസ്സിൽ കിട്ടിയതാ? 100-ാമത്തെ വയസ്സിലെ. ഇനി ആരെങ്കിലും നിനക്കുണ്ടോ? ഇല്ല. നീ നിന്റെ വാർദ്ധക്യത്തിരിക്കുന്ന ഭാര്യയെ സാറായി മരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അവകാശികളുണ്ടോ? ഞങ്ങൾക്ക് ആരുമില്ല. അവനെ നീ അങ്ങ് യാഗം കഴിച്ചേനെ. അബ്രഹാം പറഞ്ഞു, കർത്താവേ, എന്തോ ചതിയായി പറയുന്നേ, ഈ കൊച്ചിനെ ഞാൻ യാഗം കഴിച്ചാൽ എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. എനിക്കടുത്ത തലമുറകൾ ഇല്ലാതെ പോയില്ലയോ? എന്റെ വാർദ്ധക്യത്തിൽ വാഗ്ദത്തം കിട്ടി എനിക്ക് കിട്ടിയ കുഞ്ഞല്ലേ, ഞാൻ ഇതിനെ എങ്ങനെ യാഗം കഴിക്കുന്നത്? ചോദിച്ചോ? ഇല്ല. ബട്ട് എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വസിക്കുക. ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. കാര്യം എന്തെന്നറിയാമോ? അബ്രഹാമിന് ചില പ്രൈസ് ദി ലോർഡ് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അബ്രഹാം ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞതല്ല. അബ്രഹാമിന് ഒരുപാട്
ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഇന്നലകളിൽ നടത്തിയ ദൈവം, ഇന്നലകളിൽ വിശ്വസ്തനായ ദൈവം, അവൻ വിളിച്ചവൻ വിശ്വസ്തനാ, അവൻ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. പ്രൈസ് ലോർഡ്. യാഗം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, യാഗം കഴിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തമ്പുരാന്റെ പദ്ധതി പാളിപ്പോകത്തില്ല. അവന്റെ വാഗ്ദത്തം കടക്കിയ നിന്നെ ഞാൻ ബഹുജാതികളുടെ പിതാവാക്കും. അതുകൊണ്ട് എനിക്ക് അവനെ യാഗം കഴിക്കാൻ പറഞ്ഞാലും ഞാൻ മടി കൂടാതെ ഇറങ്ങിപ്പോയി ചെയ്യും. ഒരു ഭാഗം വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 3-4 വാക്യം. അബ്രഹാം എന്തിനാ യാഗം കഴിച്ചേ? വായിച്ചേ. നീ എനിക്ക് നിന്റെ സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകും. അവൻ നിന്റെ അവകാശിയാകയില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ. ദമ്മേശേക്കുകാരനായ എലിയസർ വീട്ടിലെ കാര്യസ്ഥപ്പണിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുക. മക്കളില്ലാതെ വന്നപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം വന്നു. 12-ാം അധ്യായം നിങ്ങൾ വായിക്കുന്നത്, അവിടെ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി പുറപ്പെടുവിച്ച ശേഷം അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം എന്തുവാ? പ്രൈസ് ദി ലോർഡ്. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ഞാൻ ആക്കുമെന്ന് വാഗ്ദത്തം കൊടുത്തു കഴിഞ്ഞിട്ട് 15-ാം അധ്യായത്തിൽ വരുമ്പോൾ കുറെ വർഷങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കിട്ടിയതാ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വാഗ്ദത്തം നടന്നു കാണാതായപ്പോ അബ്രഹാം പറഞ്ഞു, കർത്താവെ പിണങ്ങണ്ട, അതിനെ കുറിച്ച് ഓർത്തൊന്നും ഭാരപ്പെടണ്ട, എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയില്ലേലും കുഴപ്പമില്ല. എന്റെ വീട്ടിൽ പ്രൈസ് ദി ലോർഡ് ഈ ബാല്യക്കാരനായ ഈ ദമ്മേശേക്കുകാരനായ എലിയാസർ ഉണ്ടല്ലോ, ഇവൻ അങ്ങ് അവകാശിയാകിക്കോളാം. കർത്താവ് എനിക്ക് വലിയ ഭാരമൊന്നുമില്ല. നിങ്ങൾ കർത്താവിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ഒന്നും ചെയ്യണ്ട. കർത്താവ് നമ്മളെ കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞു. നിങ്ങൾ കർത്താവിന് വേണ്ടി അഡ്ജസ്റ്റ് ഒന്നും ചെയ്യണ്ട. ഈ ബാല്യക്കാരനായ ദമ്മേശേക്കുകാരനായ എലിയാസർ എനിക്ക് മകന് പകരം ഇരുന്നാ മതി കർത്താവേ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് അതുകൊണ്ട് ഭാരമൊന്നുമില്ല. കാര്യം എന്തുവാ? 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കിട്ടിയതാ. അപ്പോൾ ഒരു ആവേശമൊക്കെ ഉണ്ടായി. വാഗ്ദത്തം കിട്ടിക്കഴിയുമ്പോൾ ആദ്യത്തെ 1-2 വർഷമൊക്കെ ഭയങ്കര ആവേശമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം കിടപ്പുണ്ട്, ആ വാഗ്ദത്തം പോലെ സംഭവിക്കണമല്ലോ, അതിന്റെ ആവേശം ഉണ്ടാകും. പോകെ പോകെ ആ വാഗ്ദത്തം അങ്ങ് തണുക്കാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ പറയും, കർത്താവേ അത് കിട്ടിയില്ലേലും കുഴപ്പമില്ല, ഇതിനങ്ങ് അനുഗ്രഹിച്ചാൽ മതി. തമ്പുരാൻ പറഞ്ഞു, നീ അങ്ങനെ ഒപ്പിക്കണ്ട, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. എന്തുവാ വാഗ്ദത്തം? നിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിനക്കൊരു സന്തതിയെ തരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിനക്കൊരു സന്തതിയെ തരും. നീ എങ്ങനെയുമൊക്കെ കാര്യങ്ങളങ്ങ് നടന്നു പോയാൽ മതി, ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു ഒതുങ്ങാൻ തുടങ്ങുമ്പോൾ സ്വർഗം പറയുക, പ്രൈസ് ദി ലോർഡ്, അതല്ല, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കാം, നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കാമെന്ന് വാഗ്ദത്തം കടപ്പുണ്ട്. വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവം അവൻ വാക്കുമാറാത്ത ദൈവമാ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് പറയുക, നീ ദമ്മേശേക്കുകാരനായ എലിയാസർ അല്ല നിന്റെ അവകാശി, നിന്റെ ഉദരത്തിൽ നിന്ന്. വായിക്കേ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇസ്മായേൽ നിന്റെ മകൻ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഘട്ടം എന്തുകൊണ്ട് അബ്രഹാം യാഗം കഴിക്കാനായിട്ട് പോയി? ഒന്നാമത്തെ ഘട്ടത്തിൽ ദൈവത്തോട് പറഞ്ഞു, എലിയാസർ മകനായിട്ട് ഇരുന്നാ മതി, എനിക്ക് വരെ പ്രശ്നങ്ങളൊന്നുമില്ല, വാഗ്ദത്വമൊക്കെ ഞാൻ കേട്ടതാണ്, പക്ഷെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് എനിക്ക് പരാതി പരിഭവമൊന്നുമില്ല എന്ന് പറഞ്ഞ് അബ്രഹാം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇസ്മായേൽ, പ്രൈസ് ദി ലോർഡ്, നീ എലിയാസറിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ട, നിന്റെ ഉദരത്തിൽ നിനക്ക് ഞാനൊരു സന്തതി തരും. രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു, ദൈവത്തിന്റെ വാഗ്ദത്വം പിന്നെയും ഉണ്ടായി. അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ സന്തതിയെ തരും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽത്തരികളെ പോലെ വർദ്ധിപ്പിക്കും. അബ്രഹാം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, എനിക്ക് 100 വയസ്സാകുന്നു, എന്റെ ഭാര്യ സാറായിക്ക് 90 വയസ്സാകുന്നു, ഇനി എന്തോ ഒരു അത്ഭുതം നടക്കാനാ എന്ന് പറഞ്ഞ് അടുത്ത ഭാഗത്ത് പറയുക, അബ്രഹാം നിലത്ത് കവിണ്ണു വീണ് ചിരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ് അബ്രഹാമിന് ചിരി അടക്കാൻ പോലും പറ്റിയില്ല. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ അയ്യോ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക, വിഷയത്തിൽ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കി ചിരിച്ച വിഷയങ്ങളുടെ മേൽ തമ്പുരാന്റെ ശക്തമായ ഇടപെടലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കാലാവധി നിശ്ചയിക്കുന്നത് നമ്മളല്ല, തമ്പുരാനാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തക്ക സമയത്ത് അവൻ നമ്മളെ അനുഗ്രഹിക്കും. തക്ക സമയത്ത് വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. മനുഷ്യനും മറ്റുള്ളവരല്ല ആ തക്ക സമയം വിധിക്കേണ്ടത്, അത് കർത്താവ്.
നിങ്ങൾ ദൈവസ്ഥാനത്തിൽ എത്ര കഠിനമേറിയ വിഷയമാണേലും പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവർ പറയുക ഇനി അതിന്റെ പുറത്ത് ഒരു അത്ഭുതത്തിന് സാധ്യതയില്ല, അതിന്റെ പുറത്ത് ദൈവപ്രവൃത്തിക്ക് ഒരു സാധ്യതയില്ല, പ്രൈസ് ദി ലോർഡ് നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കാനൊന്നും നിൽക്കണ്ട, മെനക്കെട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊന്നും നടക്കണ്ട എന്ന് പലരും നിങ്ങളെ കുറിച്ച് പറഞ്ഞാലും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാ, അവൻ വാക്കുമാറാത്ത ദൈവമാ. ഇന്നലകളിൽ വിശ്വസ്തനായ ദൈവം തന്റെ ഭക്തന്മാരോട് മനസ്സറിഞ്ഞ കർത്താവ്, അവന്റെ ദയ ആകാശത്തോളോ അവന്റെ വിശ്വസ്തത മേഘങ്ങളോളോ വലിയതല്ലോ, അവന്റെ ദയ ആകാശത്തോളോ അവന്റെ വിശ്വസ്തത മേഘങ്ങളോളോ വലിയതല്ലോ എന്ന് പകൽക്കാലം പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കി ചിരിച്ച വിഷയങ്ങൾ നീ വെറുതെ പ്രാർത്ഥിച്ച് സമയം കളയുക എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കുറച്ചു പറഞ്ഞ വിഷയങ്ങളുടെ മേല് ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ അബ്രഹാം വിശ്വസിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഞാനും ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഒരു ഭാഗം കൂടെ ഒന്ന് വായിച്ചേ, 18-ാം അധ്യായം അതിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്കൊരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്ന കാര്യം എന്തെന്നറിയാമോ? നോക്കിയേ, 100 വയസ്സുള്ള അബ്രഹാമും 90 വയസ്സുള്ള സാറായും ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും അതിനൊരു സാധ്യതയില്ലെന്ന് പറയുമ്പോഴും അബ്രഹാം പ്രൈസ് ദി ലോർഡ് ദൈവത്തിൽ അങ്ങ് പൂർണ്ണമായും വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലോചന പിന്നെയും എന്ന് പറയുക, അബ്രഹാമിനെ അടുത്ത വർഷം ഈ ആണ്ട് പ്രൈസ് ദി ലോർഡ് ഈ അടുത്ത ആണ്ടിൽ ഇതേ സമയമാകുമ്പോൾ നിന്റെ വാർദ്ധക്യത്തിലിരിക്കുന്ന 90 വയസ്സുള്ള പ്രൈസ് ദി ലോർഡ് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ വാർദ്ധക്യവും നരയും ബാധിച്ച സാറയിൽ നിന്ന് അടുത്ത തലമുറ ഞാൻ പുറത്തെടുക്കും. ലോകപരമായി സംഭവിക്കത്തില്ല, നടക്കത്തില്ല എന്ന് പറയുന്ന വിഷയങ്ങളല്ല ദൈവമക്കളുടെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലോകമല്ല വിധി പറയേണ്ടത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മെഡിക്കൽ ഡോക്ടർമാരല്ല കാര്യങ്ങൾ പറയേണ്ടത്. എന്റെയും നിങ്ങളുടെയും വിഷയങ്ങളിൽ ലോകമല്ല തീരുമാനം അറിയിക്കേണ്ടത്, അത് സ്വർഗമാ. തമ്പുരാൻ പറയുക നടക്കത്തില്ല എന്ന് പറഞ്ഞാലും സാറയുടെ ഉദരത്തിൽ നിന്ന് ഞാനൊരു പ്രജയെ ഞാൻ പുറത്തു കൊണ്ടുവരും. വാഗ്ദത്തം പറഞ്ഞ കർത്താവ് പറയുക 90 അല്ല 100 വയസ്സായാലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മാറ്റമില്ല. അബ്രഹാം എന്തുകൊണ്ടാ കുഞ്ഞിനെ യാഗം കഴിക്കാൻ തയ്യാറായെന്ന് മനസ്സിലായോ? ഈ ഒരു വാഗ്ദത്തം ചെയ്തവൻ 100-ാമത്തെ വയസ്സിൽ തലമുറകളെ തരുവാൻ അവന് കഴിയുമെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. തമ്പുരാൻ ചോദിക്കുക, കർത്താവിന് കഴിയാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും സംഗതിയുണ്ടോ? കർത്താവിന് കഴിയാത്ത കാര്യമുണ്ടോ? അതുകൊണ്ട് അബ്രഹാമേ, നിന്റെ സാഹചര്യത്തെ നീ നോക്കണ്ട, നിന്റെ അവസ്ഥകളൊന്നും നോക്കണ്ട, നീ തമ്പുരാനിലേക്ക് ഒന്ന് നോക്ക്. ഒരു വാങ്ങുടത് വായിച്ചേ, എന്നെ ഏറ്റവും ബലപ്പെടുത്തി എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അബ്രഹാമിന്റെ പ്രൈസലോട് ധൈര്യത്തോടെ പോയി യാഗം കഴിക്കാനായിട്ട് തയ്യാറായ അടുത്ത കാര്യം എന്തെന്നറിയാമോ? എബ്രായ ലേഖനത്തിൽ വരുമ്പോ അപ്പോസ്തലനായ പൗലോസ് പ്രൈസലോട് അബ്രഹാമിന്റെ വിശ്വാസത്തെ ഇങ്ങനെ എഴുതുക. എന്താണെന്നറിയാമോ? ഇനി എങ്ങാനും ദൈവം പറഞ്ഞതുപോലെ ഇസഹാക്കിനെ യാഗം കഴിക്കേണ്ടി വന്നാൽ ആ യാഗപീഠത്തിനകത്ത് നിന്ന് പ്രൈസലോട് ചേതന ഏറ്റുപോയ ശരീരത്തിനകത്ത് നിന്ന് എന്റെ കർത്താവ് ജീവൻ തന്ന് അവനെ പിന്നെയും ഉയർപ്പിച്ചു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. യാഗം കഴിക്കാൻ മടി കാണിക്കാത്ത കാരണം, ഇനി എങ്ങാനും മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും, ഇനി എങ്ങാനും യാഗം അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും ആ ശരീരത്തിനകത്ത് നിന്ന്, ആ പ്രൈസ് ദി ലോർഡ് ചേതന ഏറ്റുപോയ ശരീരത്തിനകത്ത് നിന്ന് തമ്പുരാൻ ജീവൻ മടക്കി തന്ന് അവനെ ജീവനോടെ മടക്കി വരുത്തും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അബ്രഹാം ഈ സംഭവം നടക്കുമ്പോൾ ചരിത്രത്തിൽ അതുവരെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതുവരെ ആരും ഉയർത്തെഴുന്നേറ്റതായി ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒരു മടിയും കൂടാതെ നിങ്ങൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ അബ്രഹാം പറയുക, പ്രൈസ് ദി ലോർഡ്, ഇസഹാക്കിനെ യാഗം കഴിച്ചാലും ആ യാഗപീഠത്തിനകത്ത് നിന്ന് പ്രൈസ് ദി ലോർഡ് അവനെ എനിക്ക് ജീവനോടെ ദൈവം മടക്കി തരും. മറ്റൊരിടത്തും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് എനിക്ക് സംഭവിക്കത്തില്ല എന്നല്ല, ദൈവത്തിലേക്ക് പ്രത്യാശ വയ്ക്കുന്നവരെ, വിശ്വസിക്കുന്നവരെ തമ്പുരാൻ മാനിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിൽ അവിശ്വാസം വർദ്ധിക്കട്ടെ, ഉള്ളിൽ അവിശ്വാസം വർദ്ധിക്കട്ടെ. അയ്യോ, അവർക്ക് നടന്നില്ല, ഇങ്ങനെ സംഭവിക്കാറില്ല. മറ്റുള്ളവർക്ക് വിഷയങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും
നിരാശപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ അബ്രഹാം മറ്റാരെയും നോക്കിയില്ല. മറ്റാരും ഇതുവരെയും ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിലും എനിക്കതിനെ കുറിച്ച് ഭാരമില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുക. കാര്യം എന്തെന്നറിയാമോ? മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവന് യാഗം കഴിച്ചെങ്കിലും ആ യാഗപീഠത്തിൽ നിന്ന് ഇസഹാക്കിനെ തമ്പുരാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. അബ്രഹാമിന് ദൈവം പരീക്ഷ അനുവദിക്കുന്നതിന് മുമ്പേ ഓരോ അധ്യായങ്ങളിലൂടെ നമ്മൾ വായിച്ച 15, 17, 18 അധ്യായങ്ങളിലെ ദൈവം അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് പിന്നെയും വാഗ്ദത്തം ഉറപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചോളണം, നിങ്ങളെ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളുടെ പരീക്ഷയിൽ നിൽക്കാനുള്ള വാഗ്ദത്തം തന്നിട്ടാ പരീക്ഷയിലോട്ട് പോകുന്നത്. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് ഏത് പരീക്ഷയാണോ നിങ്ങൾക്കുള്ളത്, ആ പരീക്ഷയ്ക്കുള്ള വാഗ്ദത്തം ഇതിനകത്തുണ്ട്. കുഞ്ഞുങ്ങളിപ്പോൾ പഠിക്കുക. പ്രൈസ് ലോർഡ്. ബോർഡ് എഴുതുന്നുണ്ട്. ബോർഡ് എഴുതാനായിട്ട് റെഡിയായി ഹോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നല്ല പെണ്ണ്, പുതിയ പെണ്ണൊക്കെ മേടിച്ച് മഷിയൊക്കെ നിറച്ച് പോയിരുന്നാൽ മതിയോ? എന്ത് ചെയ്യണം? പഠിക്കണം. എന്ത് പഠിക്കണം? പുസ്തകമുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്നത് നമുക്കിങ്ങനെ ചുമ്മാ കൊണ്ടു നടക്കാനൊന്നുള്ളതൊന്നും അല്ല, ഇത് വായിക്കാനുള്ളതാ. പ്രൈസ് ലോർഡ്. ഇത് വായിക്കുമ്പോൾ ഇതിനകത്ത് മുഴുവനും വാഗ്ദത്തമാ. ഇതിന് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും, പ്രൈസ് ലോർഡ്, ലേഖനങ്ങളിലും നിങ്ങൾ പിരിച്ചും മറിച്ചും പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളെ എനിക്ക് നിൽക്കാനുള്ള വാഗ്ദത്തമാണ് ഈ പുസ്തകത്തിൽ നിറയെ ഉള്ളത്. നമ്മൾ ഇത് വായിക്കത്തില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ പ്രശ്നം വരുമ്പോൾ പറയും, അയ്യോ ഞാൻ പെട്ടുപോയി, അയ്യോ എന്നെ കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല, ഇതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞേ, നിന്റെ കയ്യിരിക്കുന്ന പുസ്തകം നീ ഒന്ന് തുറക്ക്. അതിനകത്ത് നിന്നെ ബലപ്പെടുത്തുവാനുള്ള, നിനക്ക് നിപ്പാനുള്ള, നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനുള്ള, നിന്നെ അക്കരെ കടത്തുവാനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഈ പുസ്തകത്തിൽ ത്തിനകത്തുണ്ട്. അത് തുറന്ന് വായിക്കണം, അത് തുറന്ന് ധ്യാനിക്കണം, അത് പിന്നെയും പറയണം. നിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി, നിന്റെ വിഷയത്തിൽ വിടുതൽ വെളിപ്പെട്ട് വരുന്നത് വരെ അതിനകത്തുള്ള വാഗ്ദത്തം നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. കർത്താവ് ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് നോക്കി. അബ്രഹാമിനോട് പറയുക, അബ്രഹാമിന് പ്രൈസ് ദി ലോർഡ് ഇസഹാക്കിനെ യാഗം കഴിക്കുന്നതിന് മുമ്പേ ദൈവം അബ്രഹാമിനോട് പറയുക, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്നെ ബഹുജാതികളുടെ പിതാവാക്കി വച്ചിരിക്കുക. വാഗ്ദത്തം കേട്ടോ? എന്ത് വാഗ്ദത്തം? നിന്നെ ബഹുജാതികളുടെ പിതാവാക്കി വെച്ചിരിക്കുക. വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞിട്ട് അബ്രഹാമിനോട് പറയുക, പ്രൈസ് ദി ലോർഡ്, നിന്റെ സന്തതിയെ ഏകജാതനായ ഇസഹാക്കിനെ നീ യാഗം കഴിക്കാൻ പോകുമ്പോൾ അബ്രഹാം പറഞ്ഞുകൊണ്ട് പോകുന്നത് എന്തുവാ? ദൈവത്തിന്റെ വാഗ്ദത്തം കിടപ്പുണ്ട്. എന്താ ആ വാഗ്ദത്തം? പ്രൈസ് ദി ലോർഡ്, നിന്നെ ഞാൻ ബഹുജാതികളുടെ പിതാവാക്കി വെക്കും. കർത്താവേ, അവിടുത്തെ വാഗ്ദത്തം നിൽക്കുന്നത് കൊണ്ട് ഇവനെ ഞാൻ യാഗം കഴിക്കാൻ പറഞ്ഞാലും ഞാൻ യാഗം കഴിക്കാൻ കൊണ്ടുപോകും. കാര്യം എന്തെന്നറിയാമോ? വാഗ്ദത്തം എന്തുവാ? ബഹുജാതികളുടെ പിതാവാ. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. സ്തോത്രം. അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാലേ ഇതിനകത്ത് തമ്പുരാൻ അബ്രഹാമിനോട് പറയുന്നു. ആ 17-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം ബാക്കിയുള്ളത് വായിച്ചേ. ഇനി എന്റെ പേര് അബ്രാം എന്നല്ല, അബ്രഹാം എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്തുവാ? അബ്രാം എന്ന് പറഞ്ഞാൽ പിതാവ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളുടെ പിതാവ്, അല്ലെങ്കിൽ ഒരാളുടെ പിതാവ് എന്നേ ഉള്ളൂ. അബ്രഹാം എന്ന് പറഞ്ഞാൽ എന്തുവാ? ബഹുജാതികളുടെ പിതാവ്. ബഹുജാതികളുടെ പിതാവ്. പേര് മാറ്റുക. ഇതെപ്പോഴാണ് കൊടുത്തത്? ഇസഹാക്കിന് യാഗം കഴിച്ചതിന് ശേഷമാണോ? അല്ല, അതിന് മുന്നേ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവന് ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പേ അബ്രഹാമിന്റെ പേര് മാറ്റി. ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പേ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. എന്തുവാ ആ വാഗ്ദത്തം? പ്രൈസ് ദി ലോർഡ്. ഒറ്റ മകനായ ഇസഹാക്കിന്റെ അപ്പൻ എന്നാണോ? ഇല്ല, ബഹുജാതികളുടെ പിതാവ് എന്ന വാഗ്ദത്തമാ. ആ വാഗ്ദത്തം മുറുകി പിടിച്ചുകൊണ്ട് അബ്രഹാം മോറിയ മലയിലേക്ക് കയറുകയാ. തനിക്ക് കിട്ടിയ ഏകജാതനെ യാഗം കഴിക്കാൻ. അവൻ അറിയാം, പ്രൈസ് ദി ലോർഡ്, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ബഹുജാതികളുടെ പിതാവ് എന്ന വാഗ്ദത്തം കിടക്കുന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും തമ്പുരാൻ അത്ഭുതം ചെയ്യും. സാഹചര്യം എത്ര പ്രതികൂലമായാലും പ്രൈസ് ദി ലോർഡ്, അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് നടക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ള വാഗ്ദത്തങ്ങൾ അവിടെ നോക്കിയേ. നിന്നെ ഞാൻ ബഹുജാതികളുടെ പിതാവാക്കി വച്ചിരിക്കുന്നു. നിന്നെ ബഹുജാതികളുടെ, ഇത് ഫ്യൂച്ചർ ടെൻസ് അല്ല, ഇത് പാസ്റ്റ് ടെൻസാ. ടെൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഇനി നടക്കാൻ പോകുന്നതല്ല, ഇത് നടന്നു കഴിഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ അടിപ്പിണറുകളാൽ നിനക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വന്നു കഴിഞ്ഞതാ, അതിന് വരാനുള്ളതല്ല. എന്റെ കർത്താവ് കാൽവരി യാഗമായി മാറിയപ്പോ നമുക്കുള്ളതൊക്കെയും അവൻ ചെയ്തു തീർത്തതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരം കാൽവരിയിൽ കർത്താവ് നടത്തി കഴിഞ്ഞതാ. അതുകൊണ്ട് നമ്മൾ ഇനി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സകലവും നിവർത്തിച്ച കർത്താവ്. 22-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വാക്യങ്ങളിലോട്ടൊന്ന് വന്നേ. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു.
യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ശ്രദ്ധിച്ചോ, അബ്രഹാം ഇസഹാക്കുമായി മോറിയ ദേശത്ത് ദൈവം കാണിക്കുന്ന മലയിൽ ഈ യാഗം കഴിക്കാൻ യാത്ര പോവുകയാണ്. യാത്ര പുറപ്പെട്ട്, നിങ്ങൾ വീട്ടിൽ പോയി നന്നായിട്ട് വായിച്ചു നോക്കണം. യാത്ര പുറപ്പെട്ട് 3-ാം ദിവസമായപ്പോൾ ഇസഹാക്ക്, പ്രൈസ് ദി ലോർഡ്, അബ്രഹാം ദൂരത്ത് നിന്ന് മല നോക്കി കണ്ടു. മല കണ്ടു. പ്രൈസ് ദി ലോർഡ്. യാഗം കഴിക്കേണ്ട സ്ഥലം, ആ ഏരിയ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ കൂടെ വന്ന ബാല്യക്കാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ വരണ്ട, ഇനി നിങ്ങൾ വരണ്ട. കാരണം കാര്യം സീരിയസ് ആണ്. ഇനി അങ്ങോട്ട് ഞാനും ബാലനായ ഇസഹാക്കുമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോയി ആരാധന കഴിച്ച് മടങ്ങി വരും. യാഗം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞില്ല, തിരികെ വരുമ്പോൾ എന്താകുമെന്ന് പറഞ്ഞില്ല. അബ്രഹാമിനെ പറഞ്ഞ സമയം മുതൽ അബ്രഹാമിൻ്റെ മനസ്സിൽ അലയടിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവ്, ഒറ്റ മോന വീട്ടിൽ സാറ മാത്രമേ ഉള്ളൂ. ഞാൻ മടങ്ങി ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും, മോൻ എന്ത് ചെയ്യുന്നു? മറുപടി പറയാൻ എനിക്കറിയത്തില്ല. പുറത്ത് പറഞ്ഞില്ലെങ്കിലും അബ്രഹാമിൻ്റെ ഉള്ളിലേക്കുന്ന ചോദ്യം അബ്രഹാമിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ പുറത്തൊന്നും പറഞ്ഞില്ല. മകനോട് പറഞ്ഞു, നടക്കാൻ പറഞ്ഞു. അവൻ്റെ തലയിൽ വിറകിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, അത് ചുമന്നുകൊണ്ട് അവൻ നടക്കുന്നുണ്ട്. ബാല്യക്കാരെ അവിടെ നിർത്തി. ഇച്ചിരി കഴിഞ്ഞ് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അബ്രഹാം അതുവരെ പേടിച്ച ഒരു ചോദ്യം, അതുവരെയും ചോദ്യം കേട്ടിട്ടില്ലായിരുന്നു. ഇച്ചിരി നടന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം പേടിച്ച ഏറ്റവും വലിയ ചോദ്യം വന്നു. ഏതാ ആ ചോദ്യം? ഇസഹാക്ക് ചോദിക്കൂ, അപ്പാ, യാഗത്തിനുള്ള, പ്രൈസ് ദി ലോർഡ്, വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എന്നാൽ യാഗമൃഗം എന്തിയേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുക, ഈ ബാല്യക്കാരെ മാറ്റാതെയാണ് അബ്രഹാം പോയിരുന്നെങ്കിലേ ബാല്യക്കാരതിന് മറുപടി പറഞ്ഞേനെ. ദൈവമക്കളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? ഈ കൂടെ കൊണ്ടു നടക്കുന്ന ബാല്യക്കാരാ. കൃപയില്ലാത്ത, വെളിവില്ലാത്ത, വിശ്വാസമില്ലാത്ത, പ്രത്യാശയില്ലാത്ത കുറെ ബാല്യക്കാരുണ്ട്. അവരെ കയറി മറുപടി പറയും, ചാടിക്കയറി മറുപടി പറയും. എന്തുവാ പറയുന്നേ? പ്രൈസ് ദി ലോർഡ്. ഇസഹാക്ക്, മോനെ നീ മേടിക്കണ്ട, യാഗമൃഗമല്ലേ വേണം, ഞങ്ങൾ പിടിച്ചോണ്ട് വരും, ഞങ്ങൾ കൊണ്ടുവരും. ഈ ബാല്യക്കാരെ നേരത്തെ അങ്ങോട്ട് മാറ്റിയത് കൊണ്ടേ മറുപടി അബ്രഹാം പറയണം, പ്രാർത്ഥിക്കുന്നവൻ പറയണം. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ അബ്രഹാമിന് കൊടുത്ത പരീക്ഷയാ, ബാല്യക്കാർക്കുള്ള പരീക്ഷയല്ല. അതുകൊണ്ട് ബാല്യക്കാരെ അങ്ങോട്ട് മാറ്റി. ഇതിന്റെ കൂടെ നടക്കുന്ന ബാല്യക്കാരല്ല മറുപടി പറയേണ്ടത്. നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ, നിനക്കൊരു പ്രതികൂലമുണ്ടെങ്കിൽ, നിനക്കൊരു ശോധന ഉണ്ടെങ്കിൽ, നീ ഒരു പരീക്ഷയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിന്റെ കൂടെ നടക്കുന്ന ബാല്യക്കാരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയേച്ച് എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നീ ഒന്ന് വന്നിരിക്കുക. തമ്പുരാന് ചിലത് നിന്നോട് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ അലഞ്ഞു നടക്കുന്ന വിഷയങ്ങളുടെ മേല്, നിന്നെ ഓടിച്ചു നടക്കുന്ന വിഷയങ്ങളുടെ മേല് തമ്പുരാന് ചിലത് നിന്നോട് അറിയിപ്പാനുണ്ട്. ദൈവഭാഗത്തേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് വന്ന് അമർന്നിരിക്കുക. ബാല്യക്കാരെ മാറ്റി നിർത്തിയേച്ച് യാഗമൃഗം എന്തിയെ? 12-ാം വാക്യത്തിൽ വരുമ്പോ അപ്പൊ അബ്രഹാം പറഞ്ഞു, എന്തുവാ പറഞ്ഞ അബ്രഹാം? മകനെ, ദൈവം നോക്കിക്കൊള്ളും, ആട്ടിൻകുട്ടിയെ ദൈവം നോക്കിക്കൊള്ളൂ എന്ന് അബ്രഹാം പറഞ്ഞു. അബ്രഹാം അങ്ങനെ പറഞ്ഞെങ്കിലും ചോദ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആട്ടിൻകുട്ടി കയ്യിലില്ല. ആട്ടിൻകുട്ടി അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ ആരെങ്കിലും ആട് മേയ്ക്കാൻ വരുമോ എന്നും അറിയത്തില്ല. പോകുന്നത് മോറിയ ദേശത്തില്, അവിടെ കാണിക്കപ്പെടുന്ന മലയിലാണ് പോയി യാഗം കഴിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ സ്ഥലത്തോട്ട് കയറി അബ്രഹാം ഇസഹാക്കുമായി പോയി. ഇച്ചിരി കഴിയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, അബ്രഹാം ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ടുപോയി. ഈ പയ്യൻ ഏകദേശം 10-20 വയസ്സ് പ്രായമുണ്ട്. അബ്രഹാമിന് 100 വയസ്സ് പ്രായവും. 100 ജനിച്ച മകനാ. 20 വർഷം കഴിഞ്ഞെങ്കിലും 120 വയസ്സായി. നല്ല വാർദ്ധക്യവും നരയും ജനയൊക്കെ ബാധിച്ച അബ്രഹാം ഉണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഇവരെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കൈയും തട്ടി മാറ്റിയിട്ട് മലയിൽ നിന്ന് താഴോട്ട് ഓടിയേനെ. അബ്രഹാമിന്റെ കൈ ഒന്നും തട്ടിയില്ല. ഇസഹാക്കിനെ ബന്ധിച്ച് അവശനാക്കി, പ്രൈസ് ദി ലോർഡ്, ബന്ധിച്ച് പിടിച്ച് കെട്ടി, പ്രൈസ് ദി ലോർഡ്, അവനെ വിറകടിക്ക് അവനെ യാഗം കഴിപ്പാൻ കൊണ്ടും തയ്യാറാകുകയാണ്. അനുസരിക്കുന്നൊരു തലമുറ, പ്രൈസ് ദി ലോർഡ്, അനുസരിക്കുന്ന ഒരു തലമുറ. ഇസഹാക്കിന് ഇപ്പൊ കാര്യം മനസ്സിലായി, യാഗമൃഗം ആരാണ്. ഇസഹാക്കിന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. യാഗപീഠം റെഡിയാക്കി ഇസഹാക്കിനെ കിടത്തി വിറകടിക്കപ്പോ ഇസഹാക്കിന് മനസ്സിലായി, യാഗമൃഗം വേറൊന്നുമല്ല, ഞാൻ തന്നെയാ യാഗമൃഗം. പ്രായമുള്ള അപ്പന്റെ കൈ തട്ടിയോ? വഴക്ക് പറഞ്ഞോ? പ്രാഗിയോ? ശപിച്ചോ? അപ്പാ, എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണെന്ന് ചോദിച്ചോ? എന്താ ചോദിക്കാത്തത്? തമ്പുരാനോടുള്ള സ്നേഹം. പ്രാർത്ഥിക്കുന്ന അപ്പനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. നിശബ്ദനായി, പ്രൈസ് ദി ലോർഡ്, നിശബ്ദനായി. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ഭാഗത്തിന് മുമ്പ് പ്രൈസ് ദി ലോർഡ്, ഇവിടെ ഇസഹാക്കിന്റെ മേല് പ്രൈസ് ദി ലോർഡ് കത്തിയെടുത്ത് അവനെ യാഗമൃഗത്തെ അറുക്കണം. ഇസഹാക്ക് എന്ന യാഗമൃഗത്തെ അറുക്കാൻ കത്തിയെടുത്ത് കത്തി ഉയരത്തിലേക്ക് വീശുമ്പോ പ്രൈസ് ദി ലോർഡ്, ഉയർത്തുന്ന ഒരു ശബ്ദം, അബ്രഹാമേ, അബ്രഹാമേ, നീ ബാലന്റെ മേൽ
കൈവയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. ബാലന്റെ മേൽ നീ കൈവയ്ക്കരുത്. അപ്പൊ ചോദ്യം വന്നു, കർത്താവേ അങ്ങനെയാണെങ്കിൽ എന്തുവാ? അബ്രഹാം തലപൊക്കി നോക്കിയപ്പോ കുറുങ്കാട്ടിൽ ഒരു ആട് കിടക്കിയ, ഒരു കുഞ്ഞാട് പെട്ട് കിടക്കിയ. നിന്റെ പരീക്ഷയ്ക്കകത്ത് നിനക്കുള്ള വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പരീക്ഷയ്ക്കകത്ത്, മനസ്സിലായവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, നിന്റെ പരീക്ഷയ്ക്കകത്ത് നിനക്കൊരു വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ശോധനകൾക്കകത്ത് നിനക്കുള്ള വിടുതല് കർത്താവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അബ്രഹാമിനുള്ള വിടുതല്, അബ്രഹാമിനുള്ള മറുപടി ആ കുറുങ്കാട്ടിൽ കർത്താവ് കരുതിയതുപോലെ നിനക്കുള്ള മറുപടി നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ശോധനകളുടെ നടുവിൽ തമ്പുരാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പറ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന അവിടുതലിനായി സ്തോത്രം. കുറുങ്കാട്ടില് ഒരു കുഞ്ഞാട് കിടക്കുക. ഇനി ഞാൻ പറയട്ടെ, യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും മതി. അവൻ വായ തുറക്കാതെ. ആരെ കുറിച്ചാ പറയുന്നേ? യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു. ഇവിടെ അബ്രഹാം ചോദിക്കും, മോഹൻ ചോദിക്കുക, ഇസഹാക്ക് ചോദിക്കുക, അപ്പാ യാഗത്തിനുള്ള വിറകുണ്ട്, യാഗം കൊടുക്കാനുള്ള കത്തിയുണ്ട്, മറ്റെല്ലാം ഉണ്ട്, യാഗമൃഗം എന്തിയേ? അപ്പൊ പ്രൈസ് ദി ലോർഡ് അബ്രഹാം പറയുക, യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ആ കുറുങ്കാട്ടിന് കിടപ്പുണ്ട്. അതിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അതാരെന്നറിയാമോ? അതാ എന്റെ കർത്താവ്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് എന്റെ കർത്താവ് യാഗമായി മാറിയത്. എന്റെ കർത്താവ് നിങ്ങളുടെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ആ കർത്താവ് കാൽവരിയിൽ തൂങ്ങിയത്. അബ്രഹാമിന്റെ മുമ്പിലുള്ള ചോദ്യം, യാഗമൃഗം എന്തിയേ? അബ്രഹാം പറഞ്ഞ മറുപടി, യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും. എന്തുവാ യഹോവ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. കുറുങ്കാട്ടിൽ പ്രൈസ് ദി ലോർഡ് ഒരു കുഞ്ഞാടിനെ കരുതി വെച്ചിരിക്കുക. ആ കുഞ്ഞാടാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം. ആ കുഞ്ഞാടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, ഇനി ഈ സ്ഥലത്ത് നിങ്ങളൊന്ന് അറിയണം, ഈ മോറിയ ദേശത്ത്, ഈ മലയിൽ യേശു കർത്താവിനെ പ്രൈസ് ദി ലോർഡ് ദൈവം കാണിച്ചു കൊടുത്ത ഈ മലയിൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്നാണ് പുസ്തകം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ മോറിയ മലയിൽ 4 തലങ്ങൾ ചുറ്റപ്പെട്ട സ്ഥലമാണ് യെരുശലേം. 4 മലകളുണ്ട്. അതിലൊരു മലയാണ് ഈ മോറിയ മല. 2, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച ഈ സ്ഥലത്താണ് ഏകദേശം 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ദാവീദ് യാഗപീഠം പണിത് അവിടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും കഴിച്ചത്. ഇനി ഒന്നുകൂടെ പ്രൈസ് ദി ലോർഡ്, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച ഈ മലയിലാണ് യെരുശലേം ദേവാലയം നിലകൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്നുകൂടെ പറയട്ടെ, ഈ പ്രൈസ് ദി ലോർഡ് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച ഈ മലനിരകളിൽ ഒരു ഭാഗത്താണ് എന്റെ അരുമനാഥനായ കർത്താവ് ക്രൂശിക്കപ്പെട്ട കാൽവരി നിലകൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിനെ മനസ്സിലായില്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ആ കുറുങ്കാട്ടിലുണ്ട്. അവിടെ ഒളിപ്പിച്ചിരിക്കുക. അത് മറ്റൊന്നുമല്ല, അതൊരു ചെടിയാടൊന്നുമല്ല, അതെന്റെ അരുമനാഥനായ കർത്താവ്. ഏത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആ കുറുങ്കാട്ടിലുണ്ട്, അവിടെ ഒളിപ്പിച്ചിട്ടുണ്ട്. ആ കർത്താവിനെ നിങ്ങളുടെ കരങ്ങളെ അടിച്ച് ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, കുറുങ്കാട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പിതാവായ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ട് അബ്രഹാമിനോട് പറയുക, പ്രൈസ് ദി ലോർഡ്, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, നീ ഒന്നിനെ കുറിച്ച് നിന്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി എന്തുവാ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെ വീട്ടിലോട്ട് മടങ്ങി ചെല്ലുന്നത്? എന്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, എനിക്ക് ഉത്തരങ്ങൾ അറിയത്തില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുക, കുറുങ്കാട്ട് ദൈവം കരുതിയിട്ടുണ്ട്. യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും, യഹോവ പ്രത്യക്ഷനാകും, യഹോവ തന്റെ പർവ്വതത്തിൽ ഇറങ്ങി വരും, യഹോവ നമ്മുടെ വിഷയങ്ങൾ ഇറങ്ങി വരും. അവൻ യഹോവ ഇരയാ. ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത്, ദൈവത്തിന് മഹത്വം കൊടുത്ത് ഭക്തന്മാർ വിളിച്ചു പറയുക, പരീക്ഷകളിലൂടെ കടന്നുപോയവര്, ചെങ്കടലിൽ കടന്നുപോയവര്, സിംഹത്തിന്റെ കുഴിയിലിരുന്നവര്, കുണ്ടറകളിൽ കടന്നവര്, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ ഭക്തന്മാർ വിളിച്ചു പറയുക, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും, യഹോവ ഇരേ. ദൈവം കരുതിക്കൊള്ളും. ഈ യഹോവ ഇരേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. യഹോവ ഇരേ എന്ന് പറയുന്ന പദത്തിന് നമുക്ക് 2 വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, ദൈവം കരുതിക്കൊള്ളും. ദൈവം കരുതി പറഞ്ഞേ, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. ഓ, എൻ്റെ വിഷയത്തിൻ്റെ പുറത്ത് ദൈവം കരുതിക്കൊള്ളും. നിങ്ങളെ വിശ്വാസ വർധനയ്ക്കായിട്ട് ഒരു കാര്യം കൂടെ പറയാം.
അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുന്ന ഈ റെംബ്രാൻഡൻ പിക്ചർ എന്നൊരു പെയിന്റിംഗ് ഉണ്ട്. പെയിന്റിംഗ്, റെംബ്രാൻഡൻ പെയിന്റിംഗ് എന്ന് പറയും. ഈ പെയിന്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിപ്പാനായിട്ട് യാഗപീഠം നിർത്തി വെച്ചിട്ട് ഇസഹാക്കിനെ കിടത്തിയിട്ടുണ്ട്. അബ്രഹാം ഒരു കത്തിയുമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ ആ പിക്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? അബ്രഹാം നോക്കുന്നത് ഇസഹാക്കിനെ അല്ല, അബ്രഹാം നോക്കുന്നത് സ്വർഗത്തിലാണ്. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ പ്രശ്നങ്ങളെ നോക്കുമോ അത്രത്തോളം നിങ്ങൾ ക്ഷീണിക്കും. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുമോ അത്രത്തോളം നിങ്ങൾ നിൽക്കും. എത്രത്തോളം നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുമോ നിങ്ങൾ ബലപ്പെട്ട് നിൽക്കും. എത്രത്തോളം അയ്യോ എന്റെ ശരീരത്തിൽ രോഗമാണല്ലോ, ഇത് രോഗമാണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷീണിച്ചു പോലും. അയ്യോ എന്റെ വീടിനകത്ത് സാമ്പത്തിക പ്രശ്നമാണല്ലോ എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. അയ്യോ എന്റെ തലമുറയിൽ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. നോട്ടം മാറട്ടെ. ദാവീദ് പറയുക, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ എന്റെ വലതു ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ദൃഷ്ടി എന്റെ വിഷയങ്ങളുടെ മേൽ വെക്കത്തില്ല. എന്റെ ദൃഷ്ടി ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാ. ഗ്ലോറി 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 ടു ഗോഡ്. യഹോവ കരുതിക്കൊള്ളും. പറഞ്ഞ് ഉറക്കെ പറ, യഹോവ കരുതിക്കൊള്ളും. എന്റെ വിഷയത്തിൽ ദൈവം ഇടപെടും. യഹോവ കരുതിക്കൊള്ളും. യഹോവ ഹീരേ, യഹോവ ഹീരേ. ഒരു മറുപടിയും കാണുന്നില്ല, ഒരു സാധ്യതയും കാണുന്നില്ല. ഇതുവരെയും അത്ഭുതത്തിന്റെ ഒരു ലാഞ്ചന പോലെ എന്റെ ഭവനത്തിനകത്ത് കണ്ടില്ലെങ്കിലും ഇന്ന് പകൽക്കാലം എന്റെ കണ്ണ് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉയരങ്ങളിലേക്ക് ഒന്ന് ഉയർത്തി ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുക. യഹോവ ഹീരേ, യഹോവ കരുതിക്കൊള്ളും. യഹോവയ്ക്ക് ഒരു മറുപടിയുണ്ട്. എന്റെ കർത്താവിന് എന്റെ വിഷയത്തിൽ ഇടപെടും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് കാൽവരി യാഗമായപ്പോൾ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തിയായി. നമ്മുടെ സകല ചോദ്യത്തിനും സകല കണ്ണുനീരിനും സകല വേദനയ്ക്കും സകല ആദിക്കുമുള്ള മറുപടി 2000 വർഷം മുമ്പ് കാൽവരിയിൽ കർത്താവ് തന്നു കഴിഞ്ഞതാണ്. ഇന്ന് പകൽക്കാലം പറ, യഹോവയെ കർത്താവ് കരുതിയിട്ടുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. ഈ വഴിയാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഈ പരിശോധനയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ശോധനയുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വാഗ്ദത്തം എൻ്റെ കൂടെയുണ്ട്. അവൻ കർത്താവിനോട് കൂടെയുണ്ട്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ കർത്താവിൻ്റെ വചനം മാറിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം അവൻ്റെ ആകാശത്തോളം വലിയതല്ലോ. അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവ ഹീരേ. എനിക്ക് രോഗമുണ്ടെങ്കിലും എനിക്ക് പ്രതികൂലമുണ്ടെങ്കിലും എന്റെ വിഷയത്തിൽ ഇതുവരെയും ഒരു മറുപടിയും കണ്ടില്ലെങ്കിലും ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഞാൻ പറയുക, യഹോവ ഹീരേ, യഹോവ കരുതിക്കൊള്ളും. എന്റെ കർത്താവ് എന്റെ കുഞ്ഞുങ്ങളെ കരുതിക്കൊള്ളും. എന്റെ കർത്താവ് എന്റെ ഭവനത്തെ കരുതിക്കൊള്ളും. എന്റെ കർത്താവ് എന്റെ തലമുറയെ കരുതിക്കൊള്ളും. എന്റെ കർത്താവ് എന്റെ വിഷയത്തിൽ ഇടപെടും. എന്റെ കർത്താവ് എന്റെ ജോലി മേഖലയിൽ ഇടപെടും. എന്റെ കർത്താവ് എന്റെ തലമുറയുടെ വിഷയത്തിൽ ഇടപെടും. എന്റെ കർത്താവ് എന്റെ കുടുംബജീവിതത്തിൽ ഇടപെടും. എന്റെ കർത്താവ് എന്റെ ജോലി മേഖലയിൽ ഇടപെടും. കർത്താവെ, ഞങ്ങൾ നാളുകളായി പോയിക്കൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങളുടെ മേൽ തമ്പുരാൻ ഈ പകൽക്കാലം ഇടപെടുകയാൽ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഗ്ലോറി 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 ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ യഹോവയ്ക്ക് കഴിയാത്തൊരു കാര്യമുണ്ട്. യഹോവയ്ക്ക് ഒരു കഴിയാത്തൊരു കാര്യമുണ്ട്. കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളൊന്ന് ഉറപ്പിച്ച് പറയുക, കർത്താവിന് കഴിയാത്ത ഒരു കാര്യം എൻ്റെ വീട്ടിനകത്തില്ല. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും. കർത്താവേ, നാളെ എന്താകുമെന്നുള്ള ആകുലതയുടെ നടുവിൽ, കർത്താവേ, അടുത്ത നിമിഷം എന്താകുമെന്നുള്ള ചിന്ത ഞങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് വചനത്തിലൂടെ ഞങ്ങൾ ഇടപെട്ട് ഞങ്ങളെ ഉറപ്പിച്ചതിനായി നന്ദി. കർത്താവേ, പ്രതികൂലത്തിന്റെ നടുവിലും പരീക്ഷകളുടെ നടുവിലും ഞങ്ങളെ സഹായിപ്പാൻ, ഞങ്ങളെ കരുതുവാൻ, ഞങ്ങളോട് കൂടെ ഇരിപ്പാൻ സർവശക്തനായ ദൈവത്തിന്റെ കരം ഞങ്ങളെ നടത്തുകയാൽ നന്ദിയോടങ്ങി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, യഹോവ കരുതിക്കൊള്ളുകയാൽ സ്തോത്രം. യഹോവ കരുതിക്കൊള്ളുകയാൽ സ്തോത്രം. യഹോവ എന്റെ വിഷയത്തിൽ ഇടപെടുകയാൽ സ്തോത്രം. കർത്താവേ, കുഞ്ഞാടിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് തന്നിരിക്കയാൽ സ്തോത്രം. കുഞ്ഞാടിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് വിടുതൽ തന്നിരിക്കയാൽ സ്തോത്രം. ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ അവിടെ നയിച്ചിരിക്കുന്ന വിടുതലിനായി നന്ദിയോടങ്ങി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കണമേ. സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വിഷയങ്ങളുടെ മേൽ വിടുതൽ അയച്ചതിനായി സ്തോത്രം. അപ്പൊ അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സ്വർഗം ബലപ്പെടുത്തിയതിനായി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കൃപയിൽ സൂക്ഷിച്ചതിനായി സ്തോത്രം. മഹത്വം പൊന്നുതിരുമേനിക്കായിരിക്കട്ടെ. സകലവും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേട്ട് മറുപടി തരണം പ്രിയ പിതാവേ.